ഞാൻ സിനോബി ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അത്താണി മാഞ്ഞാൽ റൂട്ടിലുള്ള കുന്നുകരയിലാണ്. ഇവിടെ കുന്നുകര റൂറൽ സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള സ്വാശ്രയ ഗ്രൂപ്പ് നടത്തുന്ന ഒരു പശുഫാമുണ്ട്. ഈ ഒരു പശുഫാമിന്റെ പ്രത്യേകത ഇത് നാടൻ പശുഫാമാണ്. ഇവിടെ കാസർഗോഡ് ഉള്ളൻ, ഗിറും, വെച്ചൂരും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു പശുഫാമിന്റെ വിശേഷങ്ങളാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ചോദിച്ചേട്ടാ. ചേട്ടാ ഇടപ്പറമ്പി ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ എത്ര നാളായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്? നമ്മൾ 4 വർഷത്തിൻ്റെ അടുത്ത് ആവുന്നു. ബാങ്ക് കുന്നുകര റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അതെ. അപ്പോൾ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഈ ഒരു ഇങ്ങനെയുള്ള സംരംഭങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. ഈ പശു വളർത്തൽ മാത്രമല്ല, കൃഷി അനുബന്ധ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പദ്ധതിയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതിപ്പം നാടൻ പശുക്കൾ മാത്രമുള്ളൂ ഈ ഫാമില്? പ്രധാനമായിട്ടും നാടൻ പശുക്കളുടെ ശേഖരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ഇനങ്ങളുണ്ട് നമ്മളുടെ കയ്യിൽ? ഗീർ, കപില, കാസർഗോഡ് കുള്ളൻ, ഒരു വെറൈറ്റിയും കൂടി ഉണ്ട്. ഇത് ഞങ്ങൾ ഒരു 6-7 പേര് കൂടിയിട്ട് നടത്തുന്ന ഒരു സ്കീമാണ്. ബാങ്ക് അതിൻ്റെ സപ്പോർട്ടിംഗ് ആണ്. ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വാശ്രയ ഗ്രൂപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇനാണ്, ഗിറിന്റെ ഒരു ഇനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഗീർ, കാസർഗോഡ് കുള്ളൻ, അങ്ങനെ 3 വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ 3 ഇനത്തെ കൊണ്ടുവന്നായിരുന്നു. ഈ ഒരു പശു, ഇത് ഈ ഗിറിന്റെ പശു എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് നമ്മൾ ഗീറിനെ വാങ്ങുമ്പോൾ അതിലുണ്ടായിരുന്ന കുട്ടിയാണ്. ആ കുട്ടി ഇപ്പം അമ്മയായി. ഇന്ന് പ്രസവിച്ചുള്ളൂ. ഇന്ന് രാവിലെ പ്രസവിച്ചുള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വന്നതാണ്. അപ്പൊ ഈ ഒരു ഫാം കൊണ്ടുണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്? നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല. പിന്നെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ പൊതു അവസ്ഥ, നാട്ടിൽ മാർക്കറ്റ് സംവിധാനത്തിൽ 10 രൂപയുടെ സാധനം 1 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ അത് വാങ്ങാം. എന്നിട്ട് ആ 1 രൂപയ്ക്ക് കിട്ടുന്ന, അപ്പോൾ 9 രൂപയുടെ ബെനിഫിറ്റ് കിട്ടുന്നു, അതിന് പകരം 100 രൂപ ആശുപത്രിയിൽ കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടൻ പശുഫാം അല്ലേ? പശുഫാം. അപ്പം ഇതിങ്ങൾക്ക് ഏറ്റവും മിൽക്കല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യ, ഈ ഒരു ഗിറിന്റെ, അപ്പം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും ഇതിൻ്റെ പാല് കുടിച്ച്. ഇതിൻ്റെ പാല് കുടിക്കുക സ്ഥിരമായി ഇത് വീടുകളിൽ ഓരോന്നിനെ, ചെറുതിനെയോ വലുതിനെയോ ഒക്കെ സംരക്ഷിച്ചാൽ നമ്മുടെ നാട്ടിൽ ആശുപത്രി വ്യവസായത്തിന് ഒരു ചലഞ്ചായി മാറും. ഇപ്പം മിക്ക എല്ലാ ആൾക്കാരും ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലായിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഫുഡിൻ്റെ എന്ന് മാത്രം പറയുന്നില്ല. നമ്മൾ അധ്വാനമില്ല, ചെറിയ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ പോലും എങ്ങനെ ചെറിയ പ്രയത്നം കൊണ്ട് നമ്മൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ അവസ്ഥ. അതെ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എത്ര ലിറ്റർ ഈ ഒരു ഫാമിൽ നമുക്ക് കിട്ടും? നമ്മൾ നിരന്തരം പശുക്കറവ എന്നുള്ള കൺസെപ്റ്റിലല്ല നമ്മൾ കൊണ്ടു നടക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പാൽ ആരെങ്കിലും കുടിച്ചാൽ, അതിൻ്റെ ഒരു വെറൈറ്റി ഫീൽ ചെയ്താൽ അവർ ഇതിലേക്ക് വരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നമ്മളിത് ചെയ്യുന്നത്. ആൾക്കാർ ഈ ഒരു നാടൻ പശു വളർത്തലിലേക്ക് വരിക എന്ന കൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് ഇതിൻ്റെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിരവധി പാലുൽപാദക സഹകരണ സംഘങ്ങളുണ്ട്. ഈ സഹകരണ സംഘങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും 2-3 വാർഡ് കൂടുമ്പോൾ ഒരു മിൽക്ക് സൊസൈറ്റി ഉണ്ടാവും. ഈ മിൽക്ക് സൊസൈറ്റിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലെന്ന് പറയുന്നത് ആ പാലിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി വരുന്ന ചെലവ് പാല് വിറ്റാൽ കിട്ടുന്ന ഇതിനേക്കാൾ കൂടുതലാണ്. കാരണം കാലിത്തീറ്റ കൺസംഷനാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ആ കാലിത്തീറ്റ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യാന്നല്ലാതെ പൊതുസമൂഹത്തിന് യാതൊരു ഗുണവും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ഈ പശുക്കൾക്ക് എന്തൊക്കെ തീറ്റയാണ് അപ്പോൾ കൊടുക്കുന്നത്? നമ്മൾ നാട്ടിൽ കിട്ടുന്ന പുല്ല്, വൈക്കോല്,
പിണ്ണാക്ക്, തവിട് ഇങ്ങനെയുള്ള സംഗതികൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിണ്ണാക്ക് സ്ഥിരം കൊടുക്കുന്നുണ്ട്, നമുക്ക് അവൈലബിൾ ഏതാ അത് കൊടുക്കും. ഡെയിലി അങ്ങനെ കൊടുക്കുന്നില്ല. നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് പുല്ലുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും കുറഞ്ഞ തീറ്റയെ കൊടുക്കുള്ളൂ. ഇതിൻ്റെ ഇത് പാടശേഖരത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് പാടശേഖരത്തേക്ക് അഴിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള പുല്ല് അവർ സ്വയം കഴിച്ച് അവരുടെ ആരോഗ്യം നിലനിർത്തിക്കോളും. എല്ലാം കൊടുക്കാം. കഞ്ഞി ബാലൻസ് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് അവരവരുടെ വീടുകളിലേക്ക് ആവശ്യമുള്ളവർ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ അതിൻ്റെ കറവഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചുകൂടെ വരും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റ്. അപ്പോൾ ശരിക്കും ഈ ഒരു പശു ഫാം നടത്തുന്നതിൻ്റെ കാരണമാണ് എന്ത്? പശു ഫാം എന്നുള്ള കൺസെപ്റ്റിൽ നടത്താമെന്നുള്ളതല്ല, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കൺസെപ്റ്റിൽ പശുക്കളെ കൊണ്ടുവരിക, സംരക്ഷിക്കുക, അവർക്ക് ആവശ്യത്തിന് ഉപയോഗത്തിനുള്ള പാല് ലഭ്യമാക്കാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ചാണം, ഇതിന് കാലിത്തീറ്റ കൊടുക്കാത്തതുകൊണ്ട് ഇതിനകത്ത് യൂറിയ, അമോണിയ അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാവില്ല. ഈ ചാണം കൊണ്ട് കൃഷി ചെയ്താൽ ആ പരമ്പരാഗത കൃഷി രീതിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെയൊക്കെ വീടുകളിൽ അങ്ങനെയുള്ള ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ കുന്നുകര റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് നടത്തുന്ന അതിൻ്റെ കീഴിൽ നടത്തുന്ന ഒരു സബ്സിഡിയറി പ്രോജക്റ്റ് ഉണ്ട്, കർഷകമിത്രം. ആ കർഷകമിത്രത്തിൽ അങ്ങനെ പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരുന്ന അരി പോലും വിൽക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാകാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാവാനും 100% തവിടിൽ ഉള്ള അരി പോലും നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് ഇതിന് അവയർനെസ് കിട്ടാൻ വേണ്ടി ഓരോ ഉൽപ്പന്നങ്ങളും ഓരോ സമയങ്ങളിൽ നമ്മൾ അവിടെ കളക്ട് ചെയ്ത് വെച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പൊതുവെ തവിട് ചേർന്നിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന അവസ്ഥ കുറവാണ്, ഫൈബർ അടങ്ങി. അപ്പോൾ അതിൻ്റെ പോരായ്മ കൊണ്ട് പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നുണ്ട്. പല ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്ത് രോഗികൾ വന്ന് നമ്മുടെ അടുത്ത് നിന്ന് ഈ വക സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട്. ഈ തവിട് കളയാത്ത അരി, അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ഇതെല്ലാം വാങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ രൂപപ്പെടണം നമ്മുടെ നാട്ടിൽ. ആ സർക്കിൾ രൂപപ്പെട്ടാലാണ് ആശുപത്രി വ്യവസായത്തിന് അനുബന്ധമായി നമ്മൾ പോകാതെ നമുക്ക് ഇൻഡിപെൻഡൻ്റായി നിൽക്കാനും നമ്മുടെ കാര്യങ്ങൾ ഫലപ്രദമായി നേരിടാനും, അതായത് രോഗത്തിനെ നേരിടാനും. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ കോവിഡ് വന്ന സമയത്ത് മാസ്ക് വയ്ക്കാതെ നടന്നൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ പ്രതിരോധ ശക്തി ബോഡിയിലുണ്ടെങ്കിൽ ഒരു വൈറസിനെയും നമ്മൾ ആശങ്കപ്പെടണ്ട. ഇപ്പം നിങ്ങൾ ചെരുപ്പിട്ട് നിൽക്കുന്നു, ഞാൻ ചെരുപ്പിടാതെ നിൽക്കുന്നു, മനസ്സിലായില്ലേ? ഞാൻ നിൽക്കുന്നത് തൊഴുത്തിലാണ്. നിങ്ങൾക്ക് ചെരുപ്പിട്ടാലേ നിൽക്കാൻ നിങ്ങളുടെ മനസ്സിന് ഒരു ബലം കിട്ടുള്ളൂ. എനിക്ക് ചെരുപ്പില്ലാതെ നിന്നാലും നിങ്ങളുടെ ചെരുപ്പോടു കൂടിയുള്ള നിൽപ്പിൻ്റെ ബലം എനിക്കുണ്ട്. അത്രയും ഹെൽത്ത് എന്നല്ല പറഞ്ഞ പ്രതിരോധ ശേഷി അത് പരമ്പരാഗതമായി ഞങ്ങളുടെ കാരണവന്മാർ തന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞാൽ പഴമയിലേക്ക് തിരിച്ച് സമൂഹത്തിനെ കൊണ്ടുവന്നാലേ നമ്മുടെ ആരോഗ്യരംഗം ഫലപ്രദമാവുള്ളൂ. അതിന് ഈ ഒരു പശുവളർത്തൽ വളരെ സഹായമാണ്. പശുവളർത്തൽ, ആടുവളർത്തൽ, നാടൻ കോഴി ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റിലുള്ളത്. നാടൻ കോഴിമുട്ട പോലും നമ്മുടെ നാട്ടിൽ ഇന്ന് ലഭ്യമല്ലാത്തൊരു കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാടൻ കോഴിമുട്ട എന്ന് പറഞ്ഞാൽ ഔഷധ ഗുണമുള്ളതാണ്. കാരണം അവർ പ്രാണീനെ തിന്നും, പുല്ല് തിന്നും, ഇങ്ങനെ പറമ്പുകളിൽ കിട്ടുന്ന എല്ലാം കഴിച്ചിട്ടാണ് അവരുടെ മുട്ട ഉണ്ടാവുന്നത്. ആ മുട്ടയ്ക്കാണ് ഔഷധ ഗുണം. മറ്റത് കൂട്ടിൽ വളർത്തി വരുന്ന കോഴിമുട്ട എന്ന് പറയുന്നതിന് വലിയ ഗുണമൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റ്സൊക്കെ കൊണ്ടുവരണം. അപ്പോൾ നാട്ടിൽ അങ്ങനെ ഒരു ചെറിയ മാറ്റങ്ങൾ അണ്ണാറക്കണ്ണൻ തന്നാലായി എന്നുള്ള നിലയിൽ ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ കഴിയണം എന്നുള്ള ചിന്തയിലാണ് കുന്നുകര റൂറൽ കോപ്പറേറ്റീവ് പ്രയത്നത്തിലാണ് കുന്നുകര റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചത്.
ജോയിച്ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഈ ഫാമിനെ കുറിച്ച് കൂടുതൽ അറിവ് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കുന്നുകര റൂറൽ സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ള സ്വാശ്രയ ഗ്രൂപ്പ് നടത്തുന്ന ഒരു പശുഫാമിൻ്റെ വിശേഷങ്ങളാണ്. ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.